ഇന്ന് രാത്രി പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ വല്ലാണ്ട് ഒരു ക്രേവിങ്സ് തോന്നി. അങ്ങനെ നമ്മൾ നേരെ പോയത് കരിംസ് റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഭീകര തിരക്കായിരുന്നു. അകത്ത് ഒരു ടേബിൾ പോലും കാലിയായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്യാനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നേരെ പാഴ്സൽ കൗണ്ടറിലോട്ട് പോയി നമുക്ക് വേണ്ടത് ബിരിയാണിയായിരുന്നു. അങ്ങനെ അത് ഓർഡർ ആക്കിയിട്ടുണ്ടായിട്ടോ. ചിക്കൻ അനാർക്കലി ബിരിയാണിയാണ് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഓർഡർ ആക്കിയിട്ടുണ്ടായേ. 540 റുപ്പീസാണ് ചാർജ് ആയത്. നേരെ ഇത് വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴത്തേക്കും ഫുഡ് കിട്ടാൻ കുറേ സമയം വെയിറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ടേബിൾ ഇല്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ ഈ പാഴ്സലാണ് കേട്ടോ പ്രിഫർ ചെയ്യാറ്. പാഴ്സലാകുമ്പോൾ നേരെ വീട്ടിൽ കൊണ്ടുപോകുന്നു, പൊട്ടിക്കുന്നു, നമ്മുടെ സോഫയിലിരിക്കുന്നു, ടി വി കാണുന്നു, ആസ്വദിച്ച് കഴിക്കുന്നു. അയ്യോ, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീല് വേറെ ലെവലാണ്. അങ്ങനെ ബിരിയാണീനെ പറ്റി പറയാനാണെങ്കിൽ ഇത് പ്ലേറ്റിലേക്ക് തട്ടിയപ്പോൾ അത്യാവശ്യം രീതിയിലുള്ള ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 4 മീഡിയം വലിപ്പമുള്ള പീസസ് കാര്യങ്ങളുണ്ടായിരുന്നേ. റൈസ് ഭയങ്കര ഫ്ലേവേർഡ് ആയിരുന്നു കേട്ടോ. റൈസ് മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സാലഡും ഒരു ഗ്രേവിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടൊക്കെ ഉണ്ട്. ടേസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിന് മുമ്പ് നമ്മളൊരു ഷെരീഫ് ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഏകദേശം അതേപോലത്തെ ടേസ്റ്റൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. ഭയങ്കര ഹൈപ്പ് കൊടുക്കാനൊന്നും ഇല്ല കേട്ടോ. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.